യഥാർത്ഥത്തിൽ നമ്മുടെ കത്തോലിക്ക സഭയും അതുപോലെ തന്നെ വിവിധ സഭകളുടെയും മതമേലധ്യക്ഷന്മാർ ഇതിൽ ഒരു ക്ഷമാപണം നടത്തേണ്ടതുണ്ട് പൊതുസമൂഹത്തോട്. കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു BJPയുടെ MP-യെ ലോകസഭയിലേക്ക് എത്തിച്ചത് ഈ വിഭാഗമാണ്. അത് അംഗീകരിച്ച് പോകണം. ആദ്യം ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റിൽ പൊതുവിൽ മതന്യൂനപക്ഷത്തോടും കേരളത്തിലെ മതനിരപേക്ഷ ബോധത്തോടും ഞങ്ങൾ ചെയ്തിട്ടുള്ള വലിയ കടുത്ത അനീതിയാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ഒരു കുറ്റബോധത്തോടു കൂടി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവർ ക്ഷമാപണം നടത്തണം. ഇതുവരെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ആ വിഭാഗത്തെ ഈ രൂപത്തിൽ വേട്ടയാടുമ്പോൾ ഒരു MP എന്നുള്ള നിലയിൽ, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നത് അത്ഭുതമായിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് തോന്നുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇല്ല. കാരണം ഞങ്ങളിത് ആദ്യം പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ ആദ്യം വിചാരിച്ചത് എന്താ, ഇതോടുകൂടി പ്രശ്നം തീർന്നു എന്നല്ലേ. ഇപ്പോൾ ഈ സെയിലും തുടങ്ങി ഇല്ലേ. ഒരു ബിഷപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിനന്ദനം അർപ്പിച്ചത് പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കുമല്ലേ അല്ലേ. തലശ്ശേരിയിലുള്ള അല്ലേ റബ്ബറിന് 300 രൂപ കൂട്ടി തന്നാൽ ഞങ്ങൾ BJPക്കാരെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞ മതമേലധ്യക്ഷനാണ് അദ്ദേഹം. കൂടുതൽ അതെ തിരിച്ചറിവ് ഇനിയെങ്കിലും പോകണം. തിരിച്ചറിവ് അവർ പറഞ്ഞില്ലേ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാദർ പറഞ്ഞില്ലേ, കേരളത്തിൽ പറയുന്ന പോലെയൊന്നും ഇവിടെ പറയാൻ പറ്റില്ല, ഞങ്ങൾക്കൊന്നും പറയാനേ പറ്റില്ല. ആശങ്കയാണ്. പാലസ്തീനിലെ മുസ്ലിം ജനസാമാന്യത്തിനെതിരായി ഈ ഫാസിസ്റ്റ് ശക്തികൾ നടത്തുന്ന മറ്റൊരു ഉന്മൂലന സംവിധാനത്തിൻ്റെ വേറൊരു ശൈലിയാണ് ഇവിടെ കാണുന്നത്. വേറെ എന്താണ്? പിന്നെ ഈ രാഹുൽ ഗാന്ധി അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്, തെളിവുകൾ സഹിതമാണ്. ഒരു ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വോട്ട് മാറ്റുന്നു, വോട്ട് കൂടുതൽ ചേർക്കുന്നു, വലിയ ക്രമക്കേട് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്. അത് ഹിറ്റ്ലർ ഫാസിസം നടപ്പിലാക്കിയ ജനാധിപത്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റിൻ്റെ താങ്ങും തണലും ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ജനാധിപത്യം എന്ന് പേരിന് പറയുന്നു, യഥാർത്ഥത്തിൽ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്, വോട്ടവകാശം എന്ന് പറയുന്നത് BJPക്ക് അനുകൂലമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ BJPക്ക് 100% വോട്ട് കോട്ട കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ വന്ന് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തുന്നില്ലെങ്കിൽ ഇവിടെ ഗുജറാത്ത് ആവർത്തിക്കും. ആരാണ് പിന്നെ വോട്ട് കൊടുക്കാതിരിക്കുക? ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളൊരു ഭാഗത്തും ആധിപത്യം മറ്റൊരു ഭാഗത്തുമായിട്ടാണ്. അതിനാണിപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായി ഇത് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. മറ്റൊരു ഭാഗത്ത് വർഗീയത, മറ്റൊരു ഭാഗത്ത് ജനാധിപത്യ വിരുദ്ധ സമീപനം. ഇതുകൊണ്ടാണ് ഒരിക്കൽ നമ്മുടെ ചരിത്രകാരൻ നമ്മളെ നാരായണനില്ലേ, MGS നാരായണൻ വലിയൊരു നിരീക്ഷണം നടത്തിയിരുന്നു. ഇന്ത്യ രാജ്യത്ത് ഫാസിസത്തിൻ്റെ വാതിൽ തുറക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത്. അതിൻ്റെ ലക്ഷണമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ലൊരു വിശകലനം നടത്തിയത് MGS ആയിരുന്നു. ഈ ഗോവിന്ദമാഷ് ജോത്സ്യനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗോവിന്ദമാഷോ വിമർശനം ഇത് അത് അതെ നിങ്ങൾക്ക് ഈ കോൺഗ്രസ്സുകാർ കൂടോത്തരത്തിൻ്റെ പിന്നാലെ പോകുന്നു, മാർക്സിസ്റ്റുകാർ ജ്യോത്സ്യന്മാരുടെ പിന്നാലെ പോകുന്നു. ജ്യോത്സ്യന്മാരുടെ വീട്ടിൽ പോയാൽ എന്താ തകരാറ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നാമത് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ചേർന്ന്. ജ്യോത്സ്യം ചർച്ച ചെയ്യാനാണോ വിളിച്ച്? ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിവ്യൂ നടത്തിയതാണ്. അതിൽ എവിടുന്നായി ജ്യോത്സ്യം വന്നത്? ഇത് അല്ല, കാണാൻ പോകുന്നതിൻ്റെ എവിടെ ഒരു വർഷവും ഇല്ല. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ എത്ര ജ്യോത്സ്യന്മാരുണ്ട്? ഞാൻ എത്ര ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് വോട്ടിന് ചോദിച്ചിട്ടുണ്ട്. പാടൂർ പണിക്കന്മാർ അറിയില്ല നിങ്ങൾക്ക്? അതറിയില്ലേ? ഇതൊക്കെ സാധാരണ നിലയിലുള്ളതല്ലേ ഇത് വീട്ടിൽ പോക്ക്.